മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ തിത്തോസ് 2:7 മുതൽ 8 വരെ വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ദ ബുക്ക് ഓഫ് ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സ് 7 to 8. നീ എല്ലാ വിധത്തിലും സൽപ്രവൃത്തികൾക്ക് മാതൃകയായിരിക്കും. നിന്റെ പ്രബോധനങ്ങൾ സത്യസന്ധവും ഗൗരവബോധവും ആരും കുറ്റം പറയാത്ത വിധം നിർദോഷമായ സംസാര രീതിയും പ്രകടമാക്കും. അങ്ങനെയായാൽ എതിരാളികൾ നമ്മെപ്പറ്റി ഒരു കുറ്റവും പറയാൻ അവസരമില്ലാത്തതിൽ ലജ്ജിക്കും. നമ്മുടെ പെരുമാറ്റങ്ങൾ എപ്പോഴും മാതൃകാപരമായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പറയത്തക്ക വിദ്യാഭ്യാസമൊന്നുമില്ലാതിരുന്ന ഒരു സാധാരണ ഹിന്ദു വൈദികനായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ഉപദേശങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കും മുമ്പ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ഒരിക്കൽ പരമഹംസരുടെ ആശ്രമത്തിൽ ഒരമ്മ മകനെയും കൂട്ടി വന്നു. കുട്ടി അമിതമായി ശർക്കര തിന്നുന്നു. ആ ദുശീലം ഉപേക്ഷിക്കുവാൻ അങ്ങ് കുട്ടിയോട് പറയണം. ഇതായിരുന്നു അമ്മയ്ക്ക് ശ്രീരാമകൃഷ്ണനോട് പറയാനുണ്ടായിരുന്നു. അദ്ദേഹം പുഞ്ചിരിച്ചു. ശരിയമ്മേ, അടുത്തയാഴ്ച കുഞ്ഞിനെയും കൂട്ടി വരൂ. അത് പറഞ്ഞ് അദ്ദേഹം ആശ്രമത്തിലേക്ക് പോയി. അടുത്തയാഴ്ച അമ്മയും കുട്ടിയും വന്നു. അദ്ദേഹം കുട്ടിയുടെ അടുത്തിരുന്നു. സ്നേഹത്തോടെ ശർക്കര അമിതമായി തിന്നരുതെന്നും അതിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ചും പറഞ്ഞു. സ്നേഹരൂപത്തിലുള്ള ഉപദേശം കുട്ടിയുടെ ഉള്ളിൽ തട്ടി. നീ ഒരിക്കലും ശർക്കര തിന്നില്ല എന്ന് പ്രതിജ്ഞ ചെയ്താണ് അവൻ മടങ്ങിയത്. അമ്മയും മകനും പോയപ്പോൾ ശിഷ്യന്മാരടുത്തെത്തി, ഗുരു, ഈ ഉപദേശം കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ നൽകാൻ പാടില്ലായിരുന്നു. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ശിഷ്യന്മാരെ നോക്കി. എനിക്കെന്താ ശർക്കര തിന്നുന്ന ദുശീലം ഉണ്ടായിരുന്നു. ഞാനത് നിർത്തിയപ്പോഴാണ് എനിക്ക് അവനെ ഉപദേശിക്കാൻ സാധിച്ചത്. ഞാൻ ആ ദുശീലത്തിന് അടിമപ്പെട്ടുകൊണ്ട് നീ തിന്നരുതെന്ന് പറഞ്ഞാൽ ഫലിക്കുമോ? ആ വാക്കുകൾ ശിഷ്യന്മാരുടെ ഉള്ളിൽ തുളഞ്ഞു കയറി. ഉപദേശങ്ങൾ പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് ബുദ്ധിമുട്ട്. സ്വയം നൽകുന്ന മാതൃകയാണ് ഏറ്റവും നല്ല ഉപദേശം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും.